ശ്രീ വി കെ സുരേഷ് ബാബു ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾക്കും സ്വാഗതം പറയുക എന്ന എൻ്റെ കടമ. ഞാൻ ആ കടമ മാത്രമേ നിർവഹിക്കുന്നുള്ളൂ. ഈ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം 1983 ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇതിൻ്റെ കീഴിൽ ഒരുപാട് ഘടകങ്ങൾ, മഹിളാ സമാജമുണ്ട്, യൂത്ത് ഡെവലപ്മെൻറ്റ് സെൻ്ററുണ്ട്, ബാലവിഭാഗമുണ്ട്, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ഫോറമുണ്ട്, പല ഘടകങ്ങളുമുണ്ട്. ഒക്കെ ഇങ്ങനെ പ്രവർത്തിച്ചു വരികയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, പ്രഭാഷണം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു തലത്തിലുള്ള ഈ പ്രദേശത്തുകാരാണ് ഞങ്ങളെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ. പ്രഭാഷണം ഇഷ്ടപ്പെടുക മാത്രമല്ല, പ്രഭാഷണത്തിലെ വാക്യങ്ങൾ, അതിലെ ഉൾക്കൊള്ളുന്ന അന്തർസത്ത ജീവിതത്തിലും ഒക്കെ പ്രാവർത്തികമാക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഞങ്ങളെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് എത്തിച്ച് സംസാരിപ്പിക്കുവാനുള്ള പ്രചോദനം ഞങ്ങൾക്കുണ്ടായതെന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നൊരുപാട് സവിശേഷമുള്ള ദിവസമാണ്. നമ്മുടെ അതിർത്തിയിലൊക്കെ പ്രശ്നങ്ങളുള്ള സമയമാണ്. ഈ പരിപാടി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ചോദിച്ച ആളുകളുണ്ട്. അങ്ങനെയുള്ള ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ശ്രീ വി കെ സുരേഷ് ബാബു അവർക്കും ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ഈ ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ NM ഷാജർ അവர்களാണ്. അദ്ദേഹത്തെയും നമ്മുടെ മുൻ വാർഡ് മെമ്പർ ശ്രീ ജിതേന്ദ്രനാഥ്, അദ്ദേഹത്തെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷാജർ അവരെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ സുരേഷ് ബാബു അവർകൾ, ഇവിടെ എത്തിയിട്ടുള്ള നല്ലവരായ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന മുൻ വാർഡ് മെമ്പർ ജിതേന്ദ്രനാഥ് അവർകൾ, ലൈബ്രറിയുടെ സെക്രട്ടറി ഷംജാദ്, 15ാം വാർഡ് മെമ്പർ ജസീന അവർകൾ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ടാതികളെ, ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെയില്ല. നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് സമയം വളരെ മുന്നോട്ട് പോയെങ്കിലും റോഡിൻ്റെ ബ്ലോക്ക് കാരണം സുരേഷ് ബാബു അവർ നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സുരേഷ് ബാബു അവരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ, ഗുഡ് ലക്ക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ NM ഷാജർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ ജിതേന്ദ്രനാഥ്, ശ്രീമതി A ജസീന, ശ്രീ MK രാജേന്ദ്രൻ, സ്വാഗത പ്രസംഗം നടത്തിയ ഇതിൻ്റെ രക്ഷാധികാരി A വേലായുധൻ, നന്ദി പറയുന്ന ജോയിൻറ്റ് സെക്രട്ടറി A സുദീപ്, ഗുഡ് ലക്ക് ഗ്രന്ഥാലയത്തിൻ്റെ മറ്റു ഭാരവാഹികളെ, ഇവിടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. സായാഹ്നത്തിൽ ഏത് പരിപാടിയേറ്റാലും സന്ധ്യയാവാതെ ആളുകൾ എത്തിച്ചേരാറില്ല. എന്നാൽ ഇത് ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്ന പല പരിപാടികളിലും ഒരു മസിൽ പിടുത്തുണ്ടാവും. തുടങ്ങട്ടെ എന്ന് നാട്ടുകാർ വരട്ടെ എന്ന് സംഘാടകരും തമ്മിലൊരു പിടിയും വലിയുണ്ടാവും. അവസാനം കുറച്ചാൾ മുമ്പിൽ വന്നാൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാലേ ആൾ വന്നിരിക്കും. എന്നാൽ ഇതൊരു വല്ലാത്തൊരു അത്ഭുതമാണ്.
പ്രസംഗം പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക മഹത്വത്തെ ആണ് വിളംബരം ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട് ഒരു വായനശാലയുടെ വരാന്തയിൽ വന്ന് നിൽക്കാൻ കഴിയുന്നത്. നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ലൈബ്രറികളായി മാറേണ്ട കാലഘട്ടം അധികരിച്ചു കഴിഞ്ഞു. നമ്മൾ തീർത്ഥാടനം എന്ന വാക്കിൻ്റെ അർത്ഥം അമ്പലത്തിൽ പോവുക എന്നല്ലല്ലോ, ആണോ? അത് ക്ഷേത്രാടനമല്ലേ? അമ്പലത്തിൽ പോകുന്നത് ക്ഷേത്രാടനമാണ്. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ കടലിനടുത്തേക്ക്, പുഴയുടെ അടുത്തേക്ക്, കുളങ്ങളുടെ അടുത്തേക്ക്, കായലിനടുത്തേക്ക്, വെള്ളമുള്ള ഇടങ്ങളിലേക്ക് പോവുക എന്നതാണ്. എന്താണ് വെള്ളമുള്ള ഇടങ്ങൾ? വെള്ളം കേവലം കുടിക്കാൻ മാത്രം ഉപയോഗിക്കുന്നതല്ല, കഴുകാനും ശുദ്ധീകരിക്കുവാനും നനക്കാനും ഉപയോഗിക്കുന്നതാണ് വെള്ളം, അല്ലേ? ഒരു പുഴയുടെ ദൗത്യം അത് കടലിൽ ചെന്ന് ചേരൽ മാത്രമല്ല. പുഴയുടെ ദൗത്യം കടലിലെത്തുന്നത് വരെയുള്ള ദൗത്യമാണ്. കടലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കടലായി, പുഴയില്ല. കടലിലെത്തുന്നത് വരെ ഒരു ദൗത്യമുണ്ട്. നമ്മുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതം, നമ്മൾ ജനിച്ചത് മരണമാകുന്ന കടലിൽ ചെന്ന് ചേരാനല്ല. മരണമാകുന്ന കടലിൽ എത്തുന്നത് വരെ നമ്മുടെ ജീവിതമാകുന്ന കല്ലോലിനിക്ക്, കല്ലോലിനി എന്ന് പറഞ്ഞാൽ പുഴയുടെ മറ്റൊരു പര്യായമാണ്. കല്ലോലങ്ങൾ എന്ന് പറഞ്ഞാൽ അലകളാണ്. അലകൾ ഉണ്ടാക്കിക്കൊണ്ടൊഴുകുന്നത് കൊണ്ടാണ് കല്ലോലിനി എന്ന് പേര് വന്നത്. ആ കല്ലോലിനിയുടെ ദൗത്യം എന്താണെന്ന് 4-5 മാസം മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, ഭാവഗായകൻ ജയചന്ദ്രൻ പാടിയ ഒരു പാട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കല്ലോലിനി വനകല്ലോലിനി നിൻ തീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ. നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടവും വലവുമുള്ള ഒരുപാട് മനുഷ്യരും പ്രകൃതിയും സംഭവവികാസങ്ങളുമുണ്ട്. അതിലെല്ലാം ആർദ്രത കലർത്തുക, നനവുണ്ടാക്കുക, അതിലെ മാലിന്യങ്ങൾ കഴുകിക്കളയുക, ശുദ്ധീകരിക്കുക എന്നതാണ് പുഴയുടെ ദൗത്യം. അതുകൊണ്ട് പുഴയാണ് പണ്ടെല്ലാവരും പ്രാർത്ഥിച്ചത്. വെള്ളമില്ലാത്തൊരു ദൈവവും വെള്ളവും ഖാനായിലെ വെള്ളമാണ് ക്രിസ്ത്യാനികൾക്കെങ്കിൽ സംസം വെള്ളം, അല്ലേ? അണയായി തുണയായി സംസം കിണറിൽ അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കേട്ടില്ലേ? സംസം വെള്ളം. ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ. വെള്ളമില്ലാത്തൊരു ദൈവവും അതും ഇല്ല, അല്ലേ? വെള്ളത്തെ കേന്ദ്രീകരിച്ച്. എന്തുകൊണ്ടാണ് വെള്ളം? ആ വെള്ളം നമ്മുടെ ഉള്ളു നനയ്ക്കുന്നു, അത് കഴുകിക്കളയുന്നു, ശുദ്ധീകരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് രാമായണത്തിൽ രാമൻ ആദ്യം പ്രാർത്ഥിച്ച ദൈവം ഏതാണെന്നറിയാവോ? രാമൻ ആദ്യം പ്രാർത്ഥിച്ച ദൈവം വനയാത്രക്കിടയിൽ ശൃംഗിവേരം എന്ന കാനന രാജ്യത്തിൽ ഗുഹന്റെ രാജ്യത്തേക്ക് കടക്കുമ്പോൾ പുഴ കടക്കണം. ആ പുഴ കടക്കുമ്പോൾ പുഴയെ, ഗംഗാ നദിയെ കടക്കണം. ആ ഗംഗയാണ് രാമൻ ആദ്യം പ്രാർത്ഥിച്ചത്. പിന്നെ സീതാന്വേഷണത്തിനായിട്ട് ലങ്കയിലേക്ക് കടക്കണം. ലങ്കയിലേക്ക് കടക്കണമെങ്കിൽ കടൽ കടക്കണം. രണ്ടാമത് പ്രാർത്ഥിച്ചത് കടലിനെയാണ്. രാമൻ കടലിനെ പ്രാർത്ഥിച്ച സ്ഥലത്തെയാണ് രാമേശ്വരം എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? മൂന്നാമത് പ്രാർത്ഥിച്ചത് ഈ വെള്ളത്തെ, കടലിലുള്ള വെള്ളത്തെ ശുദ്ധജലമാക്കി നമുക്ക് ആകാശത്തുനിന്ന് പെയ്തിറക്കി തരുന്നത് ആരാ? ആ വെള്ളത്തെ നീരാവിയാക്കി വലിച്ചു കൊണ്ടുപോയി ആകാശത്ത് കൊണ്ടുപോകുന്നത് സൂര്യനാണ്. മൂന്നാമത് പ്രാർത്ഥിച്ചത് സൂര്യനെയാണ്. രാവണവധം നടക്കുന്നതിന് മുമ്പ് അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും എന്നൊരു അധ്യായമുണ്ട് രാമായണത്തിൽ. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകായ തേ നമോ നമ, ചിന്താമണി ചിദാനന്ദായ തേ നമ, നിഹാരനാശകരായ നമോ നമ,
ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തി രൂപായ തേ നമ സ്ഥാവര ജംഗമാചാര്യായ തേ നമ ലോകായ വിശ്വൈക സാക്ഷണതേ നമ ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം എന്ന് അഗസ്ത്യമുനി പറയുന്നത് കേട്ടിട്ട് രാമൻ സൂര്യനെ പ്രാർത്ഥിച്ചു. മനുഷ്യന്റെ ജീവിതം ആർദ്രത തീർത്ഥങ്ങളിലൂടെയാണ്. കാരണം ഈ ഭൂമിക്ക് ഭുവസ്വം കൊടുത്തത് തീർത്ഥമാണ്. മഴ പെയ്തത് കൊണ്ടാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത്. വെള്ളത്തിലാണ് ആദ്യത്തെ ഏകകോശ ജീവി അമീബയുണ്ടായത്. പിന്നെ ആൽഗകളും അമീബകളെല്ലാം കൂടിച്ചേർന്നിട്ടാണ് ഭൂമിയിൽ പക്ഷിമൃഗാദികളും ജാലങ്ങളൊക്കെ ഉണ്ടായത്. അതിന് കാരണം ഈ ഭൂമിയിൽ മാത്രമേ മഴയുള്ളൂ, പുഴയുള്ളൂ, കടലുള്ളൂ എന്നതാണ്. അപ്പൊ പുഴയാണ്, തീർത്ഥമാണ്. അപ്പൊ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ എന്താ? തീർത്ഥാടനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് കഴുകാനും മനസ്സിൽ ആർദ്രതയുണ്ടാക്കാനുള്ള യാത്രയാണ് തീർത്ഥാടനം എന്ന് പറയുക. 2 തരം കഴുകൽ നടക്കുന്നുണ്ട്. ബാഹ്യമായി ശരീരത്തെ വെള്ളം കൊണ്ട് കഴുകുന്നു. പക്ഷേ മനസ്സ് കഴുകാൻ എന്താ മാർഗം? മനസ്സ് കഴുകാൻ എന്താ മാർഗം? ആലോചിക്കണ്ടേ? നമ്മളെല്ലാം നമുക്ക് വീട് കഴുകാൻ, പാത്രം കഴുകാൻ വിംബാറുണ്ട്, സോപ്പുണ്ട്, അല്ലേ, ഡെറ്റോൾ ഉണ്ട്, ഒരുപാട് സോപ്പുണ്ട്, ഒരുപാട് സാനിറ്റൈസർ ഉണ്ട്. നമുക്ക് ബാഹ്യമായിട്ട് നമ്മുടെ ശരീരവും കൈകാലുകളും വൃത്തിയാക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ മനസ്സോ? പാവം മാനവ ഹൃദയം. രാത്രിമഴ എന്നൊരു കവിതയുണ്ട് സുഗതകുമാരി ടീച്ചറുടെ. ആ കവിതയിൽ പറയുന്നു, ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുവന്നൊരാ അവയവത്തെ, എന്നാൽ കൊടും കേടു ബാധിച്ച പാവം മനസ്സോ അതിന് എന്തു ചെയ്യും? ഒരവയവത്തിന് കേട് വന്നാൽ ഓപ്പറേഷൻ ചെയ്തിട്ട് പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ട് അതിനെ മുറിച്ചു മാറ്റാം. പക്ഷെ മനസ്സിന് കേട് വന്നാൽ എന്തു ചെയ്യും? അതിന് സർജിക്കൽ സ്ട്രൈക്ക് വേണ്ടി വരും, അല്ലേ? മനസ്സിന് കേട് വന്നാൽ, പാകിസ്ഥാനിൽ മനസ്സിന് കേട് വന്ന കുറച്ചാക്കി ഇന്ന് പൊൽജുവാല പോയിട്ട് സിന്ദൂരം തൊട്ട് കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? കണ്ടില്ലേ? സിന്ദൂർ, അല്ലേ? അതിന്റെ പേര് സിന്ദൂർ എന്നാണ്. അത് മനസ്സിന് കേട് വന്നവരെയാണ്. ലോകത്തിലുള്ള എല്ലാ യുദ്ധങ്ങളും ഉണ്ടായത് ശരീരത്തിന്റെ കേട് കൊണ്ടല്ല, മനസ്സിന്റെ കേട് കൊണ്ടാണ്. കുറേ ശരികളുണ്ട്. 6 ശരിയാണ് ലോകത്തിലെ എല്ലാ തെറ്റുകളുമായി മാറുന്നത്. 6 ശരികളാണ്. 6 ശരികളുണ്ട് ലോകത്ത്. അതേത് 6 ശരി? 1, ഞാൻ മാത്രം ശരി. 2, എൻ്റെ ദൈവം മാത്രം ശരി. 3, എൻ്റെ മതം മാത്രം ശരി. 4, എൻ്റെ ജാതി മാത്രം ശരി. 5, എൻ്റെ പാർട്ടി മാത്രം ശരി. 6, എൻ്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരികൾ കൊണ്ടാണ് 2024 ഈ ഭൂമണ്ഡലത്തിൽ 1,19,000 മനുഷ്യർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അറിയാമോ? ഈ കഴിഞ്ഞ കൊല്ലം 2024 1,19,000 കൊലപാതകങ്ങൾ ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. എന്തിനാ കൊന്നത്? തിന്നാനാണോ? എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മേലോട്ട് വയനാട്ടിലേക്ക് കയറിയ തലപ്പുഴയെത്തും. ആ തലപ്പുഴയിൽ കാപ്പിക്കുരു പറിക്കാൻ പോകുന്ന ഒരു ആദിവാസിയായിരിക്കുന്ന ഒരു സ്ത്രീ രാധയെ ഒരു കടുവ കൊന്ന് തിന്നു കളഞ്ഞു. ഭയങ്കര കുഴപ്പമായിരുന്നു. അവിടെ ഹർത്താലായിരുന്നു. ആ കടുവയ്ക്ക് ഇത് രാധയാണ്, റേഷൻ കാർഡ് പേരുള്ള പെണ്ണുങ്ങളാണ്, ഇവരെ കൊല്ലരുതെന്നൊന്നും കടുവക്കറിയില്ല. കടുവക്ക് പച്ചക്കറിയും വെണ്ടക്കയും വഴുതനയും മുരിങ്ങക്കായും തിന്നിട്ട് ജീവിക്കാൻ പറ്റില്ല. അതിന് ഇറച്ചിയെ തിന്നാൻ പറ്റും. അതിന് പ്രകൃതി കൂർത്ത നഖങ്ങളും കൂർത്ത പല്ലുകളും കൊടുത്തത് ഈ ഇറച്ചി തിന്ന് ജീവിക്കാനാ. അതിന് കാട്ടിലെ മാനും കാട്ടിലെ മുയലും ഇതാണ് നാട്ടിലെ ആടിനെയും നാട്ടിലെ പശുവിനെയും തിന്നരുതെന്ന് തന്നെ അറിയില്ല. അതിന് ചോരയും ഇറച്ചിയുള്ള എന്തിനെയും അത് തിന്നും. രാധയെ കണ്ടപ്പോൾ രാധയെ കൊന്നു തിന്നു, വിശപ്പ് മാറ്റി. അതിനറിയോ ഇത് രാധയാണ്? ഇല്ല. ഞാൻ ആ സംഭവം ഉണ്ടായി ഭയങ്കര കുഴപ്പം നടക്കുമ്പോൾ ഞാൻ നെറ്റിൽ തപ്പി നോക്കി. കേരളത്തിൽ 2024
ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ട എത്ര മനുഷ്യരുണ്ട് ഈ കേരളത്തിൽ? നോക്കുമ്പോൾ 68 ആൾ മരിച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ 68 ആൾ മരിച്ചോ? എൻ്റെ എനിക്ക് സംശയമായി. ഇത്ര ആളുകൾ മരിച്ച വിവരം നമ്മൾ അറിയില്ലല്ലോ. ഞാൻ ഒന്നുകൂടി എടുത്തു നോക്കി. അതിൽ ആന കൊന്നതെത്ര, കടുവ കൊന്നതെത്ര, പുലി കൊന്നതെത്ര, പന്നി കൊന്നതെത്ര എന്നുള്ള കണക്കെടുത്ത് നോക്കി. അപ്പൊ 20 ആള്. വീണ്ടും ഞാൻ നോക്കി, 68 ടോട്ടല്. 20 ആളെ മാത്രമേ ആനയും കടുവയും പന്നിയും പുലിയും കരടിയും കാട്ടുപോത്തും കൂടി കൊന്നിട്ടുള്ളൂ. അപ്പൊ 40 എവിടെ പോയി? 48 എവിടെ പോയി? 20 ആളെ ഇവർ തന്നിട്ടുള്ളൂ. 48 എവിടെ? നോക്കുമ്പോൾ 48 ആള് മരിച്ചത് എങ്ങനെയാണെന്നറിയോ? പാമ്പ് കടിച്ചിട്ടും കടന്നലും തേനീച്ചയും കുത്തിയിട്ടാണ്. അത് കാട്ടുന്ന വന്യമൃഗങ്ങൾ ചെയ്തതല്ല. പാമ്പിന് ചവിട്ടിപ്പോയപ്പോൾ കടിച്ച ഒരു പാമ്പ് ഓടി വന്ന് കടിച്ചിട്ട് ഒരാളെയും കൊല്ലാറില്ല. ഒരു പാമ്പ് ഇതുവരെ. ഏറ്റവും വിഷമുള്ള പാമ്പാണല്ലോ രാജവെമ്പാല. എൻ്റെ നാട്ടിൽ എപ്പോഴും കാണുന്ന. ഇപ്പൊ അവിടെ ചേരേനെ കാണുമ്പോലെ ഫോറസ്റ്റിന്റെ സൈഡായതുകൊണ്ട് ഇപ്പൊ ആളുകൾക്ക് പേടിയില്ല. കാരണം ഇതുവരെ രാജവെമ്പാല കടിച്ചിട്ട് ഒരാൾ മരിച്ചെങ്കിൽ കേട്ടിനോ? കടിക്കൂല. പാവം ജീവി അത്. അതിന് ചവിട്ടിപ്പോയിട്ടുണ്ടോ കടിക്കൂ, അത്രയേ ഉള്ളൂ. 48 ആളും മരിച്ചത് പാമ്പ് കടിയേറ്റിട്ടും കടന്നൽ കുത്തിയിട്ടുമാണ്. കേരളത്തിൽ 2024 മനുഷ്യന്മാർ കൊന്നത് എത്ര ഞാൻ കണക്ക് കൊടുത്തു? 314 ആളെ കൊന്നു. അപ്പൊ ആരാ മൃഗം? യഥാർത്ഥ മൃഗം 311 ആളെ മനുഷ്യര് കൊന്നത് തിന്നാനാണോ? കടുവ കൊന്നത് തിന്നാനാ? പാമ്പ് കടിച്ചത് ചവിട്ടിയപ്പോ വേദനിച്ചപ്പോ കടിച്ച? നമ്മൾ കൊന്നതോ? ഇത്ര ആളുകളെ കൊന്നത് എന്തുകൊണ്ടാ? ഈ 6 ശരിയാ, ഞാൻ മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ മതം മാത്രം ശരി, എൻ്റെ പാർട്ടി മാത്രം ശരി, എൻ്റെ രാജ്യം മാത്രം ശരി അല്ലേ? ഇതുകൊണ്ടാ. ഈ ശരികളാണ് ലോകത്തിലുള്ള കലാപങ്ങൾക്ക് കാരണമുണ്ടാവുന്നത്. ഇപ്പോ ഭീകരവാദികളുടെ ആക്രമണം എല്ലാം എന്താ? അവര് ധാരണ എന്താ? മറ്റെല്ലാം തെറ്റാൻ, എൻ്റെ മതവും എൻ്റെ ദൈവവും എൻ്റെ രാജ്യവും മാത്രം ശരി എന്ന് പറയുക. ഇതാണ് പ്രശ്നം. ഇതൊക്കെ എന്താണ് കാരണം? ഇതിൻ്റെ കാരണം എല്ലാവരും മഹാഭൂരിപക്ഷവും ഭക്തജനങ്ങളാണ്. പക്ഷെ തീർത്ഥാടനം നടത്തുന്നില്ല എന്നതാണ്. ക്ഷേത്രാടനം നടത്തുന്നുണ്ട്, പക്ഷെ തീർത്ഥത്തിൽ മുങ്ങുന്നില്ല. അതേതാണ് തീർത്ഥം? ആ തീർത്ഥാടനമാണ് വായനശാലയിൽ വന്ന് സംസ്കാരത്തിൻ്റെ തീർത്ഥാടനത്തിൽ മുങ്ങിക്കുളിക്കുന്ന കുളമാണ്, കടവാണ് വായനശാല. സംസ്കാരത്തിൻ്റെ തീർത്ഥാടനത്തിലെ കടവാൻ. ആ സംസ്കാരത്തിൽ മുങ്ങുമ്പോൾ മാത്രമേ മനുഷ്യൻ ഉണ്ടാകുന്നുള്ളൂ. മനുഷ്യൻ മാമോദീസ മുക്കുന്നില്ലേ? മനുഷ്യന് സുന്നത്ത് ചെയ്യുന്നില്ലേ? മനുഷ്യന് പേര് വിളിച്ച് നൂല് കെട്ടുന്നില്ലേ? എന്തിനാ ഈ ചടങ്ങ്? ജനിക്കുമ്പോൾ നമ്മളെല്ലാം മൃഗമാണ്. ശരീരം കൊണ്ട് നമ്മളൊരു മൃഗമല്ലേ? മൃഗത്തിൻ്റെ എല്ലാ സവിശേഷതയും നമ്മുടെ ശരീരത്തിനില്ലേ? മൃഗത്തിനും 2 കണ്ണാ, നമുക്കും 2 കണ്ണാ. മൃഗത്തിന് കണ്ണിൻ്റെ താഴെയാ മൂക്ക്, നമുക്കും കണ്ണിൻ്റെ താഴെയാ മൂക്ക്. മൃഗത്തിന് മൂക്കിന് 2 ഓട്ടയാണ്, നമുക്കും മൂക്കിന് 2 ഓട്ടയാണ്. മൃഗങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ്, പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. നമ്മളും ശ്വസിക്കുന്ന ഓക്സിജനാണ്, പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. മൃഗങ്ങൾക്കും ചോരക്ക് നിറം ചോപ്പാണ്, നമുക്കും ചോരക്ക് നിറം ചോപ്പാണ്. മൃഗങ്ങൾക്കും അസ്ഥിക്ക് നിറം വെളുപ്പാണ്, നമുക്കും അസ്ഥിക്ക് നിറം വെളുപ്പാണ് അല്ലേ? പിന്നെ എന്താ വ്യത്യാസം? നമ്മളൊരു മൃഗമാണ്. നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഗുരു ഏത് ലഘു ഏത് നോക്കിയിട്ടാണ്. ഗുരു ലഘുവും പണ്ട് സ്കൂള് വൃത്തം പഠിച്ചവർക്ക് നന്നായിട്ട് പറയും. ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാക്ഷരം ലഘുവും. വലുത് ഗുരു, ചെറുത് ലഘുവും. മാഷന്മാരെ ഗുരു എന്ന് വിളിക്കുന്നത് കുട്ടികളെക്കാൾ അറിവിൻ്റെ കാര്യത്തിൽ അവർ വലുതായതുകൊണ്ടാണ്. പത്രത്തിൽ നിങ്ങൾ വാർത്ത കണ്ടിട്ടില്ലേ? ഗുരുതരമായ പരിക്ക് പറ്റി ആശുപത്രിയിലായിരുന്നു. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് വാർത്ത വായിച്ചിട്ട് ആരെങ്കിലും മാഷന്മാർക്ക് പരിക്ക് പറ്റിയെന്നാണോ മനസ്സിലാക്കി? അല്ല, വലിയ പരിക്ക് പറ്റിയെന്നാണ്. ഗുരു എന്ന് പറഞ്ഞാൽ വലുത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. ഭൂമി വലുതാണ്, ആപ്പിൾ ചെറുതാണ്. ആ ചെറിയ ആപ്പിളിനെ വലിയ ഭൂമി പിടിച്ചു വലിക്കും. അത് ഐസക് ന്യൂട്ടൻ കണ്ടെത്തി. അതുകൊണ്ടാണ് ആ ബലത്തിന്റെ പേര് ഗുരുത്വ ബലം. പിടികിട്ടിയോ? വലുത് ചെറുതിനെ പിടിച്ചു വലിക്കുന്ന ബലാണ് ഗുരുത്വ ബലം. നിങ്ങൾ കുട്ടികളെയും കൂട്ടിയിട്ട് ടൗണിൽ പോയാൽ കുട്ടികൾ റോഡിലേക്ക് പോകുമ്പോൾ പിടിച്ചു വലിക്കൂലേ? അപ്പോൾ അനുസരിച്ച ഗുരുത്വം ഉണ്ട് അല്ലേ? അനുസരിക്കുന്നില്ലെങ്കിൽ ഗുരുത്വക്കേടാവും. അതാ കുരുത്തക്കേട് എന്ന് പറയാം. മനസ്സിലായോ? ഈ ഗുരുത്വക്കേടാ കുരുത്തക്കേടായി മാറിയത്. പിടികിട്ടിയോ?
ഗുരു ലഘു എന്താന്ന് മനസ്സിലായല്ലോ. ഏതാ ഗുരു ഏതാ ലഘു നോക്കിയിട്ടാ മനുഷ്യനോ മൃഗമോ തീരുമാനിക്കുന്നത്. ശരീരം ഗുരുവും മനസ്സ് ലഘു ആയാൽ മൃഗമാണ്. മനസ്സ് ഗുരുവും ശരീര ലഘു ആയാൽ മനുഷ്യനാണ്. ഇവിടെ പേപ്പർ ക്ലാസ് നിരോധിച്ചില്ല, നിരോധിച്ചില്ല. പഞ്ചായത്ത് മെമ്പർമാരുള്ള സ്റ്റേജിൽ തന്നെ കൊടുക്കും പേപ്പർ ക്ലാസ്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പേപ്പർ ക്ലാസ്സിന് അപ്പം 10,000 റുപ്യ വരെ അടുപ്പിക്കും. അല്ല എനിക്ക് ഞാൻ ക്ലാസ്സിലേക്ക് കുടിക്കൂ. ഓക്കെ. ശരീരം ഗുരുവും മനസ്സ് ലഘുവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പശു വന്നു ഇവിടെ വായനശാലൻ്റെ മുമ്പിൽ. അതിന് ശരീരത്തിന് മൂത്രമൊഴിക്കാൻ മുട്ടി, അല്ലെ ചാണകം ഇടണം തോന്നി. അപ്പൊ മനസ്സ് പറയും ഇത്ര ആളെ മുമ്പിലോ പറ്റൂല, ആലയിലെത്തട്ടെ, അല്ല ടോയ്ലറ്റിൽ പോകണമെന്ന് പറയോ? ഇല്ല. അത് മുട്ടുമ്പോൾ മാലും വെച്ച് മൂത്രയിക്കും, ചാണകിടും. തൃശ്ശൂർ പൂരത്തിന് ഇത്ര 5 ലക്ഷം ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആന ഭഗവാന്റെ പാറമേക്കാവിൽ അമ്മയുടെയും വടക്കുംനാഥന്റെയും തിടമ്പുമായിട്ട് പുറത്തിറങ്ങുന്ന ആന ഈ കൊടമാറ്റത്തിന്റെ ഇടയിൽ മൂത്രയിക്കുകയും ചെയ്യും, പുണ്ടോടുകയും ചെയ്യും. കണ്ടില്ല? അതിന്റെ ശരീരം പറയുന്നത് അനുസരിക്കുന്ന മനസ്സ് മൃഗങ്ങൾക്കും ഉണ്ട് കേട്ടോ. മൃഗങ്ങൾക്ക് മനസ്സുണ്ട്. നിങ്ങൾ വീതി കുറഞ്ഞ റോഡിലൂടെ സ്കൂട്ടർ കൊണ്ടുപോവുക. റോഡിന്റെ പകുതിക്ക് ഒരു നായി കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ഓണടിച്ച് നോക്കി ആ സ്കൂട്ടറാന്ന് കണ്ട നായി അനങ്ങില്ല. കാരണം സ്കൂട്ടറിനെ കൊണ്ട വീതി ആടെയുണ്ട്. തൊട്ട് പുറകെ ലോറി വന്ന് നോക്കട്ടെ, നായി എണീറ്റ് മാറിത്തരും. അപ്പൊ സ്കൂട്ടറിന്റെ വീതി കുറവാന്ന്, ലോറിക്ക് വീതി കൂടുതലാന്നുള്ള കണക്ക് നായിക്കറിയാലോ. മനസ്സില്ലേ? പക്ഷെ അത് ശരീരത്തിന് വിധേയമാണ്. ശരീരമാണ് മുഖ്യം. അവർ ജീവിക്കുന്നത് ഉണ്ണാനും ഉറങ്ങാനും ഉണ്ണിയുണ്ടാക്കാനും വിസർജിക്കാനും മാത്രമാണ്. ചിരിക്കാനും ചിന്തിക്കാനും സ്നേഹിക്കാനും പാട്ടുപാടാനും അന്വേഷിക്കാനും സഹായിക്കാനും വേണ്ടിയല്ല മൃഗങ്ങൾ. അവർക്ക് ഭക്ഷണമേ പ്രധാനമുള്ളൂ, അല്ലേ? നാം മനുഷ്യനാവുന്നത് മനസ്സ് ഗുരുവും ശരീരം ലഘുവാകുമ്പോഴാ. നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഇവിടെ മൂത്രയിക്കാൻ മുട്ടി എവിടെ ഒഴിക്കുമോ? മനസ്സ് പറയും ഇത്ര ആളെ മുമ്പിലോ വീട്ടിലെത്തട്ടെ എന്ന് പറയില്ലേ? അനങ്ങാണ്ട് കിടന്നോ പെരുങ്കൊടലേ എന്ന് പറയും മനസ്സ്. ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സുണർത്തുന്ന പ്രക്രിയയാണ് മക്കളെ പോറ്റൽ. മനസ്സിലായോ? ശരീരത്തെ നിയന്ത്രിച്ച് മനസ്സുണർത്തൽ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ചെയ്തിട്ടില്ലേ? ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ശരീരത്തിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു അവസരമുണ്ട്. എപ്പാന്നറിയോ? ഈ കുട്ടിയുടെ ശരീരത്തിന് ഭക്ഷണമായിട്ട് അമ്മയുടെ മുലപ്പാല് കൊടുത്താൽ പോരല്ലോ, അവന് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. എന്താ സോഫ്റ്റ്വെയർ എന്നറിയാവോ? കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ, കീബോർഡ്, മൗസ്, ഈ പുറത്ത് കാണുന്ന സാധനമാണ് അതിന്റെ ഹാർഡ്വെയർ. അതിൻ്റെ അകത്തേക്ക് അടിച്ചു കയറ്റുന്ന ഇൻഫർമേഷനും അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഇൻഫർമേഷനുമാണ് അതിന്റെ സോഫ്റ്റ്വെയർ. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ 28ാമത്തെ ദിവസമാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ എത്രയാ? കോഴിക്കോട് ജില്ലയിൽ 28 അല്ലേ? ആന്ന് 28 കണക്കറിയാവോ? അന്ന് 29 ആയാൽ 28 കുളിക്കാന്ന് പേര് വിളിക്കും അല്ലേ? അന്ന് 29 കുളിച്ചാൽ അപ്പാട് അലിജുവോ? 28 കണക്ക് മലയാളിയുടെ കലണ്ടർ ഡേറ്റ് ആയിരുന്നില്ല, പണ്ട് നക്ഷത്രമായിരുന്നു. ക്രിസ്തുവർഷം 825 ആണ്ടിൽ മാത്രമാണ് മലയാളിക്ക് ഡേറ്റ് ആരംഭിച്ചത്. കൊല്ലത്ത് വെച്ചാണ് ആ കലണ്ടർ ഉണ്ടാക്കിയത്. ആ കലണ്ടറിന്റെ പേരറിയാവോ? മലയാളിയുടെ സ്വന്തം കലണ്ടറിന്റെ പേരറിയാം ആർക്കും? നമ്മൾ ഈ ചുമരുമ തൂക്കുന്ന കലണ്ടറൊന്നും നമ്മളെ കലണ്ടറല്ല, അത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും കൊണ്ടുവന്ന. നമുക്ക് സ്വന്തമായ ഒരു കലണ്ടർ ഉണ്ട്, ചുമരുമ തൂക്കുന്നതല്ലാന്നേ ഉള്ളൂ. അറിയാവോ? പഞ്ചാംഗം. ആ പഞ്ചാംഗം ഉണ്ടാക്കിയത് കൊല്ലത്ത് വെച്ചാ. അതുകൊണ്ടാണ് 825 ആണ്ടിൽ ഉണ്ടാക്കി. ഇപ്പൊ 1200 കൊല്ലായി. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലെ കലണ്ടർ പോയി നോക്കൂ, കൊല്ലവർഷം 1200 ആയത്. കൊല്ലവർഷം ഇങ്ങനെ മനസ്സിലായി. കൊല്ലത്തും തുടങ്ങിയ വർഷമാണ് കൊല്ലവർഷം. അങ്ങനെ നമുക്ക് 1 കൊല്ലം 2 കൊല്ലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ കൊല്ലം തന്നെ ഈ കൊല്ലം. മനസ്സിലായോ? അതിനു മുമ്പ് നമുക്ക് 27 നക്ഷത്രം, ചന്ദ്രൻ ഭൂമിയെ ചുറ്റാൻ 27-28 ദിവസം എടുക്കുന്നുണ്ട്. 27 നക്ഷത്രം, അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രം അല്ലേ? അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് നക്ഷത്രപ്പിറന്നാൾ അല്ലേ. പണ്ട് നക്ഷത്രവും മലയാള മാസവും ഓർമ്മയുണ്ടാവും, ഡേറ്റ് ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്ക് മിക്ക ആളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാൽ LP സ്കൂൾ ഹെഡ് മാസ്റ്റർ നിശ്ചയിച്ചതായിരിക്കും. എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി തൊടികള GLP സ്കൂളിൽ പോയപ്പോൾ നെട്ടൂർ കുഞ്ഞിരാം മാഷ് ചോദിച്ചു, നാരായണ എപ്പാ ഇവനെ പെറ്റിന്? അപ്പം അച്ഛൻ പറഞ്ഞ് പൊരളിമലയിൽ പൊനംകൃഷി നടത്തിയ കൊല്ല പെറ്റിന്. അതേത് കൊല്ല? അത് കണ്ണവൻ പാലത്തിൻ്റെ കണ്ണടഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ കൊല്ല. ഇതേടുന്ന് മാഷക്കറിയാം. ജൂണിൽ വയസ്സ് തികയണ്ടേ 5. അപ്പോൾ മിനിമം മെയ് പെറ്റാലേ ജൂണിൽ വയസ്സ് കഴിയൂ. അതുകൊണ്ട് മാഷ് നിശ്ചയിച്ചു ഇതിൻ്റെ ജന്മദിനം മെയ് 4. മെയ് 4 അതാ എൻ്റെ SLC ബുക്കിലുള്ളത്. ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ മെയ് 4 SLC ബുക്കിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. ഇപ്പം മെയ് 3-ാം തീയതി രാത്രി സുക്കരണ്ണൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് ഇങ്ങനെ മെസ്സേജ് അയക്കും, നാളെയാണ് ഈ ചങ്ങായിൻ്റെ ജന്മദിനം, ആശംസ അറിയിക്കുന്നത് അറിയിച്ചോളൂ. സുക്കരണ്ണനെ അറിയാവോ? ഫേസ്ബുക്കിൻ്റെ മുതലാളിൻ്റെ പേര് സുക്കംബർഗ്, അതാ സുക്കരണ്ണൻ. മനസ്സിലായോ? അപ്പൊ എനിക്കിങ്ങനെ മെസ്സേജ് വരും, ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ മെയ് 4 ഞാനത് മുഴുവൻ മരിച്ചുപോയ നെട്ടൂർ കുഞ്ഞിരാം മാഷയുടെ പാതാരബിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. കാരണം അത് അയാൾ നിശ്ചയിച്ചാൽ ഞാനുമായിട്ടൊരു ബന്ധമില്ല. ഉണ്ടോ? ഇന്നലെ ആയിരുന്നു എൻ്റെ നക്ഷത്ര പിറന്നാൾ, തൃശ്ശൂർ പൂരത്തിൻ്റെ തലേന്ന്. മനസ്സിലായോ? എനിക്ക് ഓർമ്മ തന്നെയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ നക്ഷത്രം 27 നക്ഷത്രവും കഴിച്ചിട്ട് ഒരു കുട്ടിയുടെ ജന്മനക്ഷത്രം ഫസ്റ്റിൽ 28-ാമത്തെ ദിവസം അല്ലേ? അന്ന് പേര് വിളിക്കും, പാല് കൊടുക്കും, അരയിലൊരു നൂലും കെട്ടും. എന്തിനാ നൂല് കെട്ടുന്നത്? ഈ നൂല് കെട്ടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ അമ്പലത്തിലെല്ലാം പ്രസംഗിക്കാൻ വരുന്ന സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടെല്ലാം ഞാൻ ചോദിച്ചു. ഒരു മറുപടി ആരും തന്നില്ല. ഒരു വയോജന സംഗമം നടക്കുമ്പോൾ പാട്യം പഞ്ചായത്തിൽ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. നമ്മുടെ ശ്രീനിവാസൻ സിനിമാ നടൻ പഠിച്ച സ്കൂളിൽ, പത്തായക്കുന്ന് സ്കൂളിലാണ് വയോജന സംഗമം നടക്കുന്നത്. സദസ്സിലിരിക്കുന്ന റിട്ടയറായ ഒരു പ്രായമുള്ളൊരു സാവിത്രി ടീച്ചർ പറഞ്ഞു, ആരും ഉത്തരം പറഞ്ഞു തന്നിട്ടില്ല, ഞാനൊരു ഉത്തരം പറഞ്ഞു തരാം, എനിക്ക് തോന്നുന്നു ഉത്തരാണ്, അന്ന് പറയാന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞ ഉത്തരാണ് ഇനി പറയുന്നത്. കുഞ്ഞിനെ ആരാണ് ഗർഭം ധരിക്കുന്നത്? അമ്മ. പ്രസവിക്കുന്നോ? അമ്മ മാത്രം. മുലയൂട്ടുന്നതോ? അമ്മ മാത്രം. എല്ലാം ചെയ്യുന്ന ആരാ? അമ്മ മാത്രം. പക്ഷെ കുട്ടി അമ്മേൻ്റെ മാത്രമല്ലല്ലോ, അച്ഛൻ്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനൊരു പ്രയാസവും പരാതി വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുട്ടീനെ 28-ാമത്തെ ദിവസം പാർട്ടീഷൻ ചെയ്ത് 2ആക്കി നടുക്കൊരതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. അതിനാണ് ഈ അരയില നൂല് കെട്ടുന്നതാണ്. കേൾക്കാൻ നല്ല രസമുള്ള മറുപടി അല്ലേ? അതല്ല. ഈ നൂല് കെട്ടുന്നതിൻ്റെ പിറകിൽ ഒരു വലിയ പ്രതീകാത്മകമായ സന്ദേശമുണ്ട്. നൂലിൻ്റെ പ്രത്യേകത പല തലമുറ പിരിച്ചു പിരിച്ചു പിരിച്ച് നീട്ടാനുള്ളതാണ് നൂല്. പല തലമുറ പിരിച്ചു പിരിച്ചു നീട്ടുന്നതാണല്ലോ നമ്മുടെ സംസ്കാരം. നൂലിന് അറ്റമില്ലല്ലോ, എത്രയും നീട്ടാലോ, പിരിച്ചു കൂട്ടാലോ. നമ്മുടെ സംസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പിരിച്ചുണ്ടാക്കിയതാ. എൻ്റെ അച്ഛനമ്മമാർ പിരിച്ചതിൻ്റെ ബാക്കിയല്ലേ ഞാൻ പിരിക്കുന്നത്. ഞാൻ പിരിച്ചതിൻ്റെ ബാക്കിയല്ലേ എൻ്റെ മക്കൾ പിരിക്കുക. അപ്പൊ നൂലെന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ പ്രതീകമാണ്. സംസ്കാരം കൊണ്ട് അരയിൽ പിടിച്ച് കെട്ടുമ്പോ അവനോട് പറയാ, നിന്റെ ശരീരം കൺട്രോൾ ചെയ്യുന്നു. കണ്ടെടുത്ത് പോയി തിന്നരുത്, കണ്ടെടുത്ത് പോയി വിസർജിക്കരുത്, കണ്ടെടുത്ത് പോയി ഉറങ്ങരുത്, കണ്ടെടുത്ത് പോയി ഇണചേരരുത്. ആ ശരീരത്തെ പിടിച്ച് കെട്ടി അന്നു മുതൽ അവന്റെ മനസ്സിന്റെ ഭാവനകൾ ഉണർത്തുന്ന പ്രക്രിയയാണ് അരയിൽ നൂല് കെട്ടൽ. മനസ്സിലായോ? അന്നു മുതൽ അവന്റെ ആന്തരികമായ വികാസമുണ്ടാവണം, പ്രകാശം വളർത്തണം. ആ ആന്തരികമായ പ്രകാശമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അല്ലെങ്കിലോ ശരീരം നോക്കിയിട്ടാണെങ്കിൽ ചേളന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ ആരെയും വിളിക്കുവോ? ആരായിരിക്കുന്നു മുഖ്യമന്ത്രിയാവേണ്ടത്? തെച്ചിക്കാട്ടുകാവ് രാമചന്ദ്രനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാവേണ്ടത്. അതാരാ? തൃശ്ശൂർ പൂരത്തിന് ഇന്ന് തടംപെഴുന്നള്ളിച്ച ഏറ്റവും താലിയെടുപ്പുള്ള ആന. ആനയെ പിടിച്ച് മുഖ്യമന്ത്രിയാകുമോ? ഇല്ല.